വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, പിന്നെ മഞ്ചടിക്കുന്നിലേറാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം. കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഓണവില്ലും കൈകളിലേന്തിയൂഞ്ഞാലാടാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഈ സ്ഥലം? പാട്ട് എങ്ങനെയുണ്ടെന്നല്ല, നമ്മൾ വലിയ പാട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും നമുക്കൊന്ന് പാടാനൊരാഗ്രഹം തോന്നി പാടി നിങ്ങളെ വെറുപ്പിക്കുന്നു. പക്ഷേ ഈ സ്ഥലം നിങ്ങൾക്ക് വെറുക്കില്ല. കാണുമ്പോൾ നല്ല രസമില്ലേ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്? എനിക്കിങ്ങനെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, അതിനോടൊരു ആക്രാന്തം എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ കാണാനൊക്കെ ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല പക്ഷികൾ, നല്ല ഇങ്ങനെ വെള്ളം നിറഞ്ഞ സ്ഥലങ്ങൾ, പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. അവിടെ ഞാൻ കുറേ നേരം നിന്നിങ്ങനെ ആസ്വദിക്കും. പക്ഷേ ഈ ഫോണിലെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി അറിയില്ല കേട്ടോ. പ്രകൃതിയുടെ ആ ഭംഗി അറിയണമെങ്കിൽ അവിടെ നേരിട്ട് നമ്മുടെ കണ്ണിലൂടെ തന്നെ കണ്ടാലേ അറിയുള്ളൂ. വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ അതിലേക്ക് ചാടാനൊക്കെ എനിക്ക് തോന്നും, പക്ഷെ എനിക്ക് നീന്തലറിയില്ല. എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ കാണുമ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ചാടണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നും, പക്ഷെ നീന്തലറിയില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ ഭാഗങ്ങളിലേക്കൊക്കെ കളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അച്ഛൻ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾക്ക് നീന്തലറിയില്ലല്ലോ. അച്ഛന് ഭയങ്കര പേടിയാണ്. നല്ലൊരു മഴ പെയ്ത് അച്ഛൻ പറയുന്നു സ്കൂളിൽ പോകണ്ടാന്ന്. ഇടിമിന്നലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ്, കറണ്ടിൽ കളിക്കരുത്, ഗ്യാസിൽ കളിക്കരുത്, അങ്ങനെയൊക്കെ പറയും. അച്ഛന് നല്ല പേടി, കത്തിയെടുക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും, നിങ്ങളാണ് ആ കുട്ടികളെ വഷളാക്കുന്നത് എന്നൊക്കെ പറയും. അച്ഛൻ വിടില്ല സ്കൂളിലേക്കൊന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നല്ലൊരു സന്തോഷം തോന്നും. ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം അവിടെ ഇല്ല. ഇനിയിപ്പോൾ 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ പാടങ്ങളൊക്കെ നികത്തി അവിടെ വീടുകൾ വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ വഴിയിലും അങ്ങനെയാണ്. പിന്നെ മാവിൽ ഞാൻ കുറേ മാങ്ങയുണ്ടോ എന്നൊക്കെ നോക്കി, പക്ഷെ മാങ്ങയൊക്കെ കഴിഞ്ഞു കിട്ടും. അപ്പോൾ മഴ കാരണം വെള്ളം കയറിയിട്ട് മാങ്ങയും ചക്കയൊക്കെ കഴിഞ്ഞിരിക്കണു. എന്ത് ചെയ്യാനാണ്? ഞാനാണെങ്കിലോ നല്ല മാങ്ങക്കൊതിയെത്തിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. മേഘങ്ങൾ കണ്ടോ? കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ പോകുന്നു എന്ന്. മേഘങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടിയിട്ടുണ്ട്. മഴ പെയ്യോ? എന്താ നിങ്ങൾക്ക് തോന്നണേ? അങ്ങനെ. അപ്പോൾ ഈ വഴികളൊക്കെ ഇങ്ങനെ ഉൾവഴികൾ, ഇങ്ങനത്തെ വഴികളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫോട്ടോഷൂട്ടിനും ഒരു ഫിലിമൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നാടൻ വഴികൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന പോലെയാണ്. എനിക്ക് കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ പാമ്പിനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ, പാമ്പ് പഴുതാരൊക്കെ. അതുകൊണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ശരി, ബായ് എല്ലാവരോടും.